കളരിപ്പയറ്റ് സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവർക്കും പ്രയോജനകരമായ ഒരു ഡിഫൻസ് ടെക്നിക്കാണ്. ഇപ്പോൾ പ്രധാനമായും സ്ത്രീകൾ സമൂഹത്തിൽ നേരിടുന്ന ചില അക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം നമുക്ക് കളരിപ്പയറ്റിലൂടെ ചെയ്യാനാകും. പ്രധാനമായിട്ട് വരുന്നത് ചില ഗ്രിപ്പുകളാണ്, ചില പിടുത്തങ്ങൾ. പ്രധാനമായിട്ട് സ്ത്രീകൾ നേരിടുന്നത് ചിലപ്പോൾ കയ്യിലുള്ള പിടുത്തം, അല്ലെങ്കിൽ കോളറിൽ, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ പിറകെ, ഇത്തരത്തിൽ പല രീതിയിലുള്ള ഗ്രിപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഇടുപ്പിലും അടിക്കുപ്പിലും കയറി പിടിക്കാം. ഇങ്ങനെയുള്ള ഗ്രിപ്പുകൾ നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കോളറിലുള്ള ഒരു പിടുത്തം എങ്ങനെ പിടിക്കുന്നതെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് ഞാൻ സ്ലോ ആയിട്ട് കാണിക്കാം. ഇത് ഇപ്പോൾ കോളറിൽ പിടിക്കുന്നു, മറ്റേ കൈ കൊണ്ട് അടിക്കുന്നു, കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ട് എല്ലാ ഒരു വഴക്കിനിടയിലും ഉണ്ടാകുന്നതാണ്. കോളറിൽ പിടിച്ചിങ്ങനെ അടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അത് കോളറിലോട്ട് പിടിക്കുന്നു, അടിക്കുന്നു. ഈ കൈ കൊണ്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത ശേഷം വേണ്ട ഇങ്ങനെ പിടിക്കാൻ പറ്റും. അത് നമുക്കൊന്ന് കുറച്ച് സ്പീഡിലൊന്ന് നോക്കാം. ഇങ്ങനെ പിടിക്കാൻ പറ്റും. കയ്യിലുള്ള പിടുത്തം സാധാരണ കയ്യിൽ കയറി ഇങ്ങനെ പിടിക്കാറ് ഉണ്ട്. അപ്പോൾ കൈ പിടിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഈ പെരുവിരലിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക. ആ ഭാഗത്തു കൂടെ ഈ കൈ മുകളിലേക്ക് ഉയർത്തിയാൽ മതിയാവും. കണ്ടില്ലേ? ഇങ്ങനെ. ഇത് അല്ലെങ്കിൽ ഈ വശത്തു കൂടെ കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തള്ളിയാലും മതി. ഇത് രണ്ടും അല്ലെങ്കിൽ കളരിയിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കുണ്ട്. ഒരു തിരിച്ചുള്ളൊരു പിടുത്തം. ഈ കൈയോടെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഇരുത്താം. ഇനി മറ്റൊന്ന് പിറകിൽ കൂടെ നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ പിടിക്കുന്നതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരപ്രദമായ ഒരു സംഭവമാണ് ഷോൾ. അവർ കഴുത്തിലിട്ടിരിക്കുന്ന ഷോൾ. ഈ ഷോൾ എങ്ങനെ കളരിപ്പയറ്റ് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കാം. പണ്ട് നമ്മൾ കച്ചകൾ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില ടെക്നിക്കുകൾ ഷോൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം ഷോൾ എങ്ങനെ ഒരു ഡിഫൻസ് ആവുന്നു നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഒരു കുത്ത് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് വരുന്നു. അപ്പം മുകളിൽ നിന്നുള്ളൊരു കുത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ തടയാനോ എന്തെങ്കിലുമേ കഴിയത്തുള്ളൂ. ഷോൾ ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഷോൾട്ട് എങ്ങനെയാണ് ആ ടെക്നിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. പുറത്തോട്ടിറങ്ങി ഇതെടുത്ത ശേഷം ഇപ്പോൾ ഈ കൈ കൊണ്ടുള്ള അടി വന്നാലും നമുക്കത് ലോക്ക് ചെയ്ത് ഇങ്ങനെ കെട്ടി വയ്ക്കാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഈ ഒരു വലി വലിച്ചു കഴിഞ്ഞാൽ ആൾ താഴെ പോയി. കാരണം ഷോൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം.